ഗുരുശിഷ്യ കഥകൾ അരവിന്ദനെഴുതിയത് 5-ാം പതിപ്പ് പാഠം 7 ആരുണി എന്ന ഉദ്ദാലകൻ. ദൗമ്യമഹർഷിയുടെ ശിഷ്യരിലൊരാളായിരുന്നു ആരുണി. ഉപമന്യു, വേദൻ എന്നിവരും ദൗമ്യമഹർഷിയുടെ ശിഷ്യരായി ആശ്രമത്തിൽ കഴിഞ്ഞുപോന്നു. ഒരിക്കൽ വയലിൽ വരമ്പു തീർത്തു വെള്ളം തടയാൻ ആരുണി നിയോഗിതനായി. ശക്തമായ ജലപ്രവാഹം തടഞ്ഞു നിർത്തിയാലേ പാകമായി വരുന്ന വിളകളെ സംരക്ഷിക്കാൻ കഴിയൂ. രാവിലെ മുതൽ തുടങ്ങിയ ആരുണിയുടെ ഉദ്യമം ഏറെക്കുറെ പൂർത്തിയായെങ്കിലും വരമ്പിന്റെ ഒരു ഭാഗം ചെളിയിട്ടുറപ്പിക്കാൻ കഴിഞ്ഞില്ല. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അയാളുടെ ഉദ്യമം പലവട്ടം പരാജയപ്പെട്ടു. മനസ്സും ശരീരവും തളർന്നുപോയെങ്കിലും ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വർദ്ധിതമായ ഉന്മേഷത്തോടെ തന്റെ കർത്തവ്യം മുഴുമിപ്പിക്കാൻ ആരുണി വീണ്ടും ശ്രമം തുടർന്നു. ഒടുവിൽ മറ്റൊരു പോംവഴി ആരുണിയുടെ മനസ്സിൽ തെളിഞ്ഞു. മുറിഞ്ഞുപോയ വരമ്പിന്റെ സ്ഥാനത്ത് കിടന്നുകൊണ്ട് ജലപ്രവാഹം തടയുക. പരീക്ഷണം വിജയിച്ചു. അതിൽ അയാൾ കൃതാർത്ഥനാവുകയും ചെയ്തു. അന്ന് സന്ധ്യാവന്ദനം നടത്താനും ഗുരുപാദങ്ങളിൽ നമസ്കരിക്കാനും ആരുണി എത്തിയില്ല. ദൗമ്യമഹർഷി അന്വേഷിച്ചു, എവിടെ ആരുണി? അപ്പോഴാണ് അന്തേവാസികളിലാരോ ഓർമ്മിപ്പിച്ചത്, വരമ്പുറപ്പിക്കാൻ പുലർച്ചയ്ക്ക് വയലിലേക്ക് പുറപ്പെട്ടതാണ് ആരുണി. ഇതേവരെ അയാൾ മടങ്ങി വന്നിട്ടില്ല. ഗുരു അപ്പോഴാണ് അക്കാര്യം ഓർമ്മിച്ചത്. തന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണല്ലോ ആരുണി വയലിലേക്ക് പോയത്. എന്തേ അവൻ മടങ്ങിയെത്താൻ വൈകുന്നത്? വല്ല ആപത്തും അവന് സംഭവിച്ചിരിക്കുമോ? ഉത്കണ്ഠാകുലനായ ഗുരു മറ്റു ശിഷ്യന്മാരെയും കൂട്ടി വയലിലേക്ക് പുറപ്പെട്ടു. ഗുരു അവന്റെ പേര് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. വരമ്പിന്റെ ഭാഗമായി ചെളിയിൽ അമർന്നു കിടക്കുന്ന ആരുണി ഗുരുവിന്റെ വിളി കേട്ടു. അവൻ വരമ്പ് പിളർന്നു പുറത്തു വന്നു. ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചു. ഗുരോ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം വരമ്പു തീർക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും എനിക്കതിനായില്ല. ഒടുവിൽ വരമ്പിന്റെ സ്ഥാനത്തു കിടന്നുകൊണ്ട് ജലപ്രവാഹം തടയേണ്ടി വന്നു. എന്റെ അഭിവാദ്യങ്ങൾ ഞാൻ അങ്ങേക്കായി അർപ്പിക്കുന്നു. ഇനി എന്തു ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചാലും. ആരുണി, നിനക്ക് എന്റെ എല്ലാ അനുഗ്രഹങ്ങളും. വരമ്പു പിളർന്നു എഴുന്നേറ്റതിനാൽ മേലിൽ നീ ഉദ്ദാലകൻ എന്ന പേരിൽ പ്രസിദ്ധനാവും. വേദങ്ങളും സർവശാസ്ത്രങ്ങളും നിന്നിൽ വിളങ്ങട്ടെ. നിനക്കു സ്വസ്തി ഭവിക്കട്ടെ. ഗുരു നിറഞ്ഞ മനസ്സോടെ മടങ്ങിപ്പോയി.